ഈ ജഗത്തിലെന്നും ആഹാ ഞാനെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഈശോയെ, മനോഹരമായ ഒരു പ്രഭാതം ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഇന്നെനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതലായി ചെയ്തു നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ തീരുമാനങ്ങളിൽ തെറ്റ് സംഭവിക്കാതെ ഇരിക്കേണ്ടതിന് എൻ്റെ മാർഗദർശിയായി എനിക്ക് മുന്നേ പോകുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറും എനിക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ദിവസം മുഴുവൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ. ഈശോയെ, തെറ്റുകളിലേക്ക് കാലുകൾ ഇടറാതെ എന്നെ കാത്തുകൊള്ളണമേ. വാടിപ്പോയ എൻ്റെ ജീവിതം പുതുജീവൻ പകരാൻ ഈ ദിനം അങ്ങ് എനിക്കായി ചിലത് പ്രവർത്തിക്കണമേ. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും നാവിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. ഈശോയെ, എൻ്റെ ആവശ്യങ്ങൾ ദിനം പ്രതി കൂടുന്നു. എന്നെ സഹായിക്കാൻ ആരുമില്ല. അങ്ങയുടെ സ്വർഗീയ ഇടപെടലിനായി ഞാൻ കാത്തിരിക്കുന്നു. എന്നെ സഹായിക്കണമേ. വിശുദ്ധിയുള്ള ഹൃദയം നൽകി എന്നെ നടത്തണമേ. അങ്ങേക്ക് വിശ്വസിക്കാനാവുന്ന ഒരു ദൈവ പൈതലായിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഒരാപത്തും എന്നെ തൊടില്ല. ഒരു ദുഷ്ടശക്തികളും എൻ്റെ ഭവനത്തെ തൊടുവാൻ സാധിക്കില്ല. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു എൻ്റെ സമ്പത്തിനെയും ആയുസ്സിനെയും വർദ്ധിപ്പിക്കും. രോഗങ്ങളും തകർച്ചകളും എന്നിൽ നിന്ന് അകന്നു നിൽക്കും. ഞാനും എൻ്റെ കുടുംബവും യേശുവിൻ്റെ തിരുരക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദിവസവും നാം ഈ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഒരു പൈശാചിക ശക്തിക്കും നമ്മളെ തൊടുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം കൂടുതൽ നമ്മളിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും നിലനിൽക്കുവാൻ ഏറ്റവും ഉറച്ച വിശ്വാസത്തോടെ നാം എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിനു സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. ഇന്നത്തെ തിരുവചനം നമ്മോട് പറയുന്നത് യേശുവിൻ്റെ സാക്ഷിയായി വന്ന യോഹന്നാനെ കുറിച്ചാണ്. യേശു സ്നാപ യോഹന്നാനെ കുറിച്ച് പറയുന്നത് അല്പനേരത്തേക്ക് കത്തിജ്വലിക്കുന്ന വിളക്കായാണ്. ലോകത്തിന് മുഴുവൻ എന്നും പ്രകാശിക്കുന്ന വെളിച്ചം യേശുവാണ്. ആ യേശുവിൻ്റെ വെളിച്ചത്തിലാണ് നാം പ്രകാശിതരാവേണ്ടത്. നമുക്കും പ്രകാശിക്കുവാൻ സാധിക്കണമെങ്കിൽ ആത്മാവിലും നാം പൂരിതരാവണം. ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, വിശ്വാസത്തിലൂടെ അവിടുത്തെ സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സ്നാപ യോഹന്നാനെ പോലെ അങ്ങേക്ക് വേണ്ടി വഴികളായി തീരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുഹൃത ജപം. കുളിരാൽ വിറച്ചുണ്ണീശോയെ, എല്ലാ അനാഥരായ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ തിരുവചനം. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 കൊറിന്തോസ് 12-ാം അധ്യായം 9-ാം വാക്യം. സ്നേഹപിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടുത്തെ അനന്ത നന്മയിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നു. ജീവിതത്തിൽ വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും ചില ഇല്ലായ്മകളും കുറവുകളും ബലഹീനതകളും കഴിവുകേടുകളുമൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളെ വല്ലാതെ അധൈര്യപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റാൻ ആഗ്രഹിച്ചിട്ടും ഞങ്ങൾക്കിതുവരെ സാധിച്ചില്ലല്ലോ. ജീവിതത്തിൽ മാത്രമെന്താ ഇങ്ങനെയെന്നോർത്ത് സമാധാനം നഷ്ടപ്പെട്ട ചില രോഗദുരിതാവസ്ഥകളാവാം ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ
എടുത്തു പറയത്തക്ക മേന്മകളൊന്നും അവകാശപ്പെടാനില്ലാത്തതും അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ പോലും സംശയിച്ചു പോകുന്നതുമായ ചില ജീവിത പരാജയങ്ങളുമാവാം. ഈശോയെ, കരുണയോടെ ഞങ്ങളിൽ അവിടുത്തെ കൃപ ചൊരിയണമേ. ഞങ്ങളുടെ ബലഹീനതകളിലും തകർച്ചകളിലും അവിടുത്തെ പൂർണ്ണമായ ശക്തിയും കാരുണ്യവും പ്രകടമാകണമേ. സർവ്വനന്മകളിലും ഞങ്ങളെ അങ്ങയിൽ കരുത്തുറ്റവരാക്കുകയും സകല കൃപാവരങ്ങളുടെയും നിറവിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയിൽ ചേർക്കുകയും ചെയ്യണമേ. ഈശോ, മറിയം ഔസേപ്പേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ കൃപാസന മാതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മ ഇടപെട്ട് അവയെല്ലാം സാധിച്ചു തരണമേ. ഭരണിയിലെ വെള്ളം തെളിനീരാ, കനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തെളിനീരാ, കാലുകൾ മെയ്യുമ്പോൾ തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേ ഈ ജഗത്തിലെന്നും. ആഹാ, ഞാൻ ഇത്ര ഭാഗ്യവാൻ യേശുവിൻ ജീവനിൽ. കനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തെളിനീരാ, കൽഭരണിയിലെ വെള്ളം തെളിനീരാ.